ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ പ്രധാനമായും എടുക്കാൻ പോകുന്നത് ഡിസൈൻ എഞ്ചിനീയറിംഗിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. മോഡ്സ് ഓഫ് തിങ്കിങ്, അതുപോലെ ഡിസൈൻ സ്പേസ് ആൻഡ് ഡിസൈൻ അനലോജീസ്. ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിൻ്റെ തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എനിവേ നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. സോ ആദ്യം തന്നെ നമുക്ക് മോഡ്സ് ഓഫ് തിങ്കിങ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം പ്രധാനമായും 2 മോഡ്സ് ഓഫ് തിങ്കിങ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്: ഡൈവർജൻറ്റ് ആൻഡ് കൺവെർജൻറ്റ് തിങ്കിങ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഡൈവർജൻറ്റ് തിങ്കിങ് എന്താണെന്നുള്ളത് നോക്കാം. സോ ആ ഒരു പേര് തന്നെ ഉണ്ട്, ഡൈവർജൻറ്റ് തിങ്കിങ് എന്താണെന്നുള്ളത്. നമുക്കറിയാം, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിലേക്ക് പല രീതിയിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്താണ് പല വഴികളിലൂടെ എത്തിച്ചേരണം. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് നോക്കാം. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിലേക്ക് എന്താണ്, പ്രോബ്ലത്തിന് പലതരം സൊല്യൂഷൻസ് ഉണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടാകും. സോ അതിലൊരു ഒപ്റ്റിമം ഐഡിയ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഇമാജിനേഷൻ പവറാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൽ. മറ്റൊരു കാര്യം, ഈ ഒരു ഡിസൈൻ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡൈവർജൻറ്റ് തിങ്കിങ് ആണ് കൂടുതൽ നന്നായിരിക്കുക. കാരണം നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ പല സൊല്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ഒപ്റ്റിമം സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കുന്നത് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെയാണ്. പക്ഷേ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക. അതുപോലെ ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിന് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ തിങ്കിങ് എന്നൊക്കെ തന്നെ അറിയപ്പെടുന്നത് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കി വരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കൺവെർജൻറ്റ് തിങ്കിങ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവെർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ആ ഒരു പേര് തന്നെ ഉണ്ട്, നമ്മളുടെ ഒരു പ്രോബ്ലത്തിലേക്ക് കൺവെർജ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ സൊല്യൂഷൻസ് എല്ലാം തന്നെ ഒരു യൂണീക്ക് സൊല്യൂഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് കൺവെർജൻറ്റ് തിങ്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവെർജൻറ്റ് തിങ്കിങ്ങിൽ നമ്മൾ പ്രധാനമായും നമ്മളുടെ ലോജിക്കുകളായിരിക്കും യൂസ് ചെയ്യാറ് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആവുക എന്ന് നോക്കാം. ഈ ഒരു കൺവെർജൻറ്റ് തിങ്കിങ് ഇത് പ്രധാനമായും ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെയാണ് ഈ ഒരു കൺവെർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരാം. ഓക്കെ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നു, തല കറങ്ങി വീണ ഒരു പേഷ്യൻ്റ് വന്നു. സോ നമുക്ക് ആ ഒരു പേഷ്യൻ്റ് തല കറങ്ങി വീണതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം, അല്ലേ? സോ അതാണ് നമ്മുടെ ആൻസേഴ്സ്. ഇനി എന്തുകൊണ്ടാണ് തല കറങ്ങി വീണതെന്നുള്ളത് നമുക്ക് കുറേ ഫാക്റ്റുകളിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. മേ ബി കുറേ ടെസ്റ്റുകളായിരിക്കാം. എനിവേ നമുക്ക് ആ ഒരു എന്തുകൊണ്ടാണ് തല കറങ്ങി വീണെന്നുള്ളത്, എന്ത് ഫാക്ട് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കെ പെട്ടെന്ന് സാധ്യമാവുന്ന എന്താണ് കൺവെർജൻറ്റ് തിങ്കിങ്ങിലൂടെ ആണെന്നുള്ളത് മനസ്സിലാക്കാം. മേ ബി കുറേ ടെസ്റ്റുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ എന്തുകൊണ്ടാണ് തല ഇറങ്ങി വീണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റും പ്രിസൈസും ആക്യുറേറ്റും ആയിരിക്കും എന്ത് കൺവെർജൻറ്റ് തിങ്കിങ്ങിലൂടെ കിട്ടുന്ന നമുക്കുള്ള സൊല്യൂഷൻസ്. ഓക്കെ, ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൻ്റെ പ്രശ്നം എന്തായിരുന്നു, ഇത് പല സൊല്യൂഷൻസ് നമുക്ക് നോക്കണം, അതിൽ ഒപ്റ്റിമം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതൊക്കെ തന്നെ എന്താണ് വളരെ ടൈം കൺസ്യൂമിങ്ങുമാണ്. പിന്നെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ആദ്യമേ പറയാൻ സാധിക്കില്ല. ഓക്കെ, ആ ഒരു കേസിലൊക്കെ നമുക്ക് കൺവെർജൻറ്റ് തിങ്കിങ് ആണ് ഹോസ്പിറ്റൽ കേസിലൊക്കെ നമുക്ക് കൂടുതൽ നന്നായിരിക്കാം. ഇനി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കൺവെർജൻറ്റ് തിങ്കിങ്ങിന് മറ്റ് കുറച്ച് പേരുകളിലും അറിയപ്പെടാറുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ വെർട്ടിക്കൽ, അനാലിറ്റിക്കൽ, ലീനിയർ തിങ്കിങ് എന്നൊക്കെ തന്നെ അറിയുന്നത് കൺവെർജൻറ്റ് തിങ്കിങ് ആണെന്നുള്ളത് കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു കൈൻഡ് ഓഫ് തിങ്കിങ് ആണ് ലാറ്ററൽ തിങ്കിങ്. ഇത് അത്ര സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഈ ഒരു ലാറ്ററൽ തിങ്കിങ്ങിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ തിങ്കിങ് ഔട്ട്സൈഡ് ദി ബോക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാറ്ററൽ തിങ്കിങ്ങിൽ നമ്മൾ ഈ 2 കൈൻഡ് ഓഫ് തിങ്കിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്, ഡൈവർജൻറ്റും കൺവെർജൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അതിലുപരി നമ്മൾ എന്താണ് ഒരു തേർഡ് മാൻ ആയിട്ട് നമ്മളൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ മൂന്നാമതൊരാളായിട്ട് അതിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ലാറ്ററൽ തിങ്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡൈവർജൻറ്റും കൺവെർജൻറ്റ് തിങ്കിങ്ങിൻ്റെയും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇൻ ഡൈവർജൻറ്റ് തിങ്കിങ് is the process of thinking that explores multiple possible solution in order to generate creative ideas. അപ്പം ക്രിയേറ്റീവ് ഐഡിയാസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻ എക്സ്പ്ലോർ ചെയ്യും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നാൽ കൺവെർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് ഫിഗറിംഗ് ഔട്ട് എ കോൺക്രീറ്റ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം ഈസ് കോൾഡ് കൺവെർജൻറ്റ് തിങ്കിങ്. അപ്പം ഇവിടേക്ക് നമുക്ക് ഈ ഒരു കൺവെർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കേസിൽ എന്താണ്, നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം. എന്താണ് കോൺക്രീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം നമുക്ക് ഈ ഒരു കൺവെർജൻറ്റ്
തിങ്കിങ്ങിൽ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കുക, ഒരു പേഷ്യൻ്റ് തല കറങ്ങി വീണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തല കറങ്ങി വീഴാൻ പല കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം എന്തുകൊണ്ടാണ് ആ പേഷ്യൻ്റ് തല കറങ്ങി വീണതെന്നുള്ളത് അല്ലേ. അപ്പം നമുക്കൊരു കോൺക്രീറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി ഡൈവർജൻറ്റ് തിങ്കിങ്ങിലേക്ക് വരാം. ഇൻ കോൺട്രാസ്റ്റ്, ഡൈവർജൻറ്റ് തിങ്കിങ് റെഫേഴ്സ് ടു ഓപ്പണിംഗ് ദി മൈൻഡ് ഇൻ വേരിയസ് ഡയറക്ഷൻസ് ആൻഡ് ട്രൈയിങ് ഔട്ട് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഫോർ എ പ്രോബ്ലം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒരു പ്രോബ്ലത്തിന് പല സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനും നമുക്ക് എന്താണ് ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെ സാധ്യമാവുന്നു. എന്നാൽ കൺവർജൻറ്റ് തിങ്കിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ദാറ്റ് ഫോക്കസസ് ഓൺ ഫിഗറിംഗ് ഔട്ട് ദി മോസ്റ്റ് എഫക്റ്റീവ് ആൻസർ ടു എ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു കൺവർജൻറ്റ് തിങ്കിങ്ങിലൂടെ നമ്മൾ എന്താണ് പല വഴികളും നോക്കില്ല, എന്നാൽ നമ്മൾ ഒരു മുന്നേ കണ്ടെത്തിയതോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതോ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻസറിലൂടെ നമ്മൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് സ്പോണ്ടേനിയസ്, ഫ്രീ ഫ്ലോയിങ്, നോൺ ലീനിയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈനർക്ക് തോന്നിയ കാര്യങ്ങളായിരിക്കും ഡിസൈൻ ചെയ്യുക. ഓക്കെ, അല്ലാതെ മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും തന്നെ അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് അയാളുടേതായ രീതിയിൽ ചിന്തിച്ച് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതി. എന്നാൽ കൺവർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, വളരെ സ്പീഡായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, ലോജിക് ആയിരിക്കണം. ഓക്കെ, ഡൈവർജൻറ്റ് തിങ്കിങ് റിലേറ്റ്സ് ടു ഫിഗർ ഔട്ട് ന്യൂ പ്രൊസീജിയേഴ്സ് ടു സോൾവ് എ പ്രോബ്ലം ഡിസ്പൈറ്റ് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ. അപ്പം എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്താണ് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെ അതിനെ ബെറ്റർ ആക്കാനുള്ള കുറേ സൊല്യൂഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മെത്തേഡ്സ് ഇൻവോൾവ് ഇൻ കൺവർജൻറ്റ് തിങ്കിങ് ഈസ് ഓൾസോ ഇൻവോൾവ് റെക്കഗ്നൈസിങ് ദി പ്രീവിയസ്ലി ട്രൈഡ് ഔട്ട് ടെക്നിക്സ് ആൻഡ് റീഅപ്ലൈങ് ദം അലോങ് വിത്ത് ദി റെഡിലി സ്റ്റോർഡ് ഇൻഫോർമേഷൻ. അപ്പോൾ ഈ ഒരു കൺവർജൻറ്റ് തിങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ കൺവർജൻറ്റ് തിങ്കിങ്ങിൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഡൈവർജൻറ്റ് തിങ്കിങ്ങിനാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓൾറെഡി ഇനിയിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതിൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ മുന്നേ എന്തായിരുന്നു, ട്രെയിനിന് ടിക്കറ്റ് എടുക്കാൻ IRCTC റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കൗണ്ടറിൽ വരി നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അല്ലേ. എന്നാൽ അവിടെ എന്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു, സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു, അപ്പം എന്തായിരുന്നു വരി നിന്നിട്ട് എടുക്കണമായിരുന്നു അല്ലേ. എന്നാൽ ഇന്നെന്താണ്, ഈ ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെ നമുക്ക് അത് ഓൺലൈനിലൂടെ ചെയ്യാൻ സാധിക്കുമാവുന്നു എന്ന് മനസ്സിലായതോടുകൂടി ആ ഒരു രീതിയിൽ വന്നതോടുകൂടി എന്താണ്, വൺസ് നിങ്ങൾ എപ്പോഴെങ്കിലും ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത ഒരാൾ പിന്നെ ഒരിക്കലും പോയിട്ട് വരുന്നത് എടുക്കില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ളത്. ഇനി നമുക്ക് കൺവർജൻറ്റ് തിങ്കിങ്ങിൻ്റെയും അതുപോലെ ഡൈവർജൻറ്റ് തിങ്കിങ്ങിൻ്റെയും ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സോ ആദ്യം തന്നെ നമ്മളൊരു ഫാനിൻ്റെ കേസാണ് ഇവിടെ എടുക്കുന്നത്. ഒരു റൂമിൽ എയർ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യുക, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം ഫാനിൻ്റെ പർപ്പസ് അല്ലേ. അപ്പോൾ ഒരു കൺവർജൻറ്റ് തിങ്കിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫ്യൂ സിമിലർ ഐഡിയാസ് ആയിരിക്കും അല്ലേ. കാരണം ആ ഒരു ഫാന് മതി ആ ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക, ഹ്യൂമൻ കംഫർട്ട് നിലനിർത്തുക, എയർ സർക്കുലേഷൻ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഫാനിൻ്റെ പർപ്പസ് ഉള്ളൂ. എന്നാൽ ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഈ ഒരു ഫാനിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അഡ്വാൻസ് ചെയ്താൽ അതിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൽ പല തരം ഐഡിയാസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. മേ ബി നമുക്കൊരു ലൈറ്റ് ഇല്ലാത്തൊരു ഫാൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് മാനുഫാക്ചർ ചെയ്യാം. ഇനി അതല്ല ലൈറ്റുള്ള ഒരു ഫാൻ വേണമെങ്കിൽ അതും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ ലോ പ്രൊഫൈൽ ഫാൻസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിന് വേണമെങ്കിൽ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പല ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ എന്ത് സാധിക്കും, ഈ ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിലൂടെ സാധിക്കുന്നുള്ളത്. ഇനി ഒരു ഡൈവർജൻറ്റ് തിങ്കിങ്ങിൻ്റെ മാത്രമായിട്ടുള്ളൊരു കേസ് സ്റ്റഡിയിലേക്ക് നമുക്ക് വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, യൂസ് ഓഫ് സ്മാർട്ട് ഫോൺസ് അതർ ദാൻ കോളിംഗ് മെസ്സേജസ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യുക എന്നുള്ളതും ഒരു സ്മാർട്ട് ഫോണിൻ്റെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളിങ്ങും മെസ്സേജസും എന്നുള്ളത് അല്ലേ. എന്നാൽ നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴും പ്രധാനമായും ഫോൺ യൂസ് ചെയ്യുന്നത് എന്താണ്, കോളിംഗ് പർപ്പസിനും മെസ്സേജിങ്ങിനും ഒക്കെയാണ് അല്ലേ. അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒരു കാലഘട്ടം വരെ നമ്മളും ഈ ഒരു കോളിങ്ങിനും മെസ്സേജിങ്സിനും മാത്രമായിട്ടായിരുന്നു ഫോണുകൾ യൂസ് ചെയ്തിരുന്നത് അല്ലേ. പിന്നീടാണ് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പലതും വന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, യൂസ് ഓഫ് സ്മാർട്ട് ഫോൺസ് അതർ ദാൻ കോളിംഗ് ആൻഡ് മെസ്സേജിങ്സ്. ഓക്കെ, അപ്പം ഞാൻ മുന്നേ ആ ഒരു സിറ്റുവേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒന്നെങ്കിൽ ആ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലുപരിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇല്ലെങ്കിൽ നമ്മളൊരു മുന്നേ അതൊരു 10 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്.
സോ നമുക്കറിയാം ഫോട്ടോഗ്രാഫി ഒരു പോസിബിലിറ്റി ആയിരുന്നു. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫോണിലൂടെ. പിന്നെ അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇന്നിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലും എന്താണ് വളരെ ഈസി ആയിട്ട് തന്നെ ഫോണിൽ ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റൊന്ന് ആണ് എന്ത് നമ്മളുടെ എഡ്യൂക്കേഷൻ തന്നെ എന്താണ് ഇപ്പോൾ വെറും ഒരു മൊബൈലിൽ ഒതുങ്ങി കൂടിയ ഒരു കാലമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് പർപ്പസിനൊക്കെ തന്നെ എന്താണ് ഇപ്പം മൊബൈൽ ഫോൺസ് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ്, പുറത്ത് പോലും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, നമ്മളുടെ ഹെൽത്തും ഫിറ്റ്നസ്സും ഒക്കെ തന്നെ കൗണ്ട് ചെയ്യുന്ന പലതരം സെൻസസും എല്ലാം തന്നെ ഫോണിൽ ഉണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പൂരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മേ ബി എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓൾറൈറ്റ്, സോ ഇത്രയുമാണ് കൺവർജൻ ആൻഡ് ഡൈവർജൻ തിങ്കിങ്ങിനെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് ഡിസൈൻ സ്പേസിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഡിസൈൻ സ്പേസ് എന്നുള്ളത് നോക്കാം. എവറി ഡിസൈൻ നീഡ്സ് എ ഡിസൈൻ സ്പേസ് ഫോർ ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ എന്താണ് എവറി ഡിസൈൻ നീഡ്സ് എ ഡിസൈൻ സ്പേസ് ഫോർ ഇറ്റ്സ് വർക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സൊല്യൂഷനായിട്ട് നമുക്കെന്താണ് ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻസ്, മാനദണ്ഡങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ചുമ്മാ അങ്ങോട്ട് കാട് കയറി അങ്ങോട്ട് ചിന്തിച്ചു കൂട്ടും അല്ലേ. അപ്പോൾ ഈ കാട് കയറി ചിന്തിച്ച് കൂട്ടിയാൽ, ഓവറായിട്ട് ചിന്തിച്ചാൽ എന്താണ് നമുക്ക് വേണ്ട സമയത്ത് സൊല്യൂഷൻ കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചിന്തിക്കേണ്ട ഒരു സ്പേസ്, അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ക്രൈറ്റീരിയാസും കൺസ്ട്രെയിൻസും ഒക്കെ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. അവിടെയാണ് ഈ ഒരു ഡിസൈൻ സ്പേസിൻ്റെ ആവശ്യകത വരുന്നത്. ഡിസൈൻ സ്പേസ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇമാജിനറി സ്പേസ് for design options for a problem. Basically this means the enormity of the options. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസൈൻ സ്പേസ് എന്ന് വെച്ചാൽ അതൊരു ഇമാജിനറി സ്പേസ് ആണ്. എന്ത് പ്രോബ്ലത്തിനുള്ള പല ഓപ്ഷൻസിലൊരു ഇമാജിനറി സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസൈൻ സ്പേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ സ്പേസിൽ എന്താണ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും അല്ല, അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസൈൻ സ്പേസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡിസൈൻ ഫങ്ഷൻസ് ആൻഡ് മീൻസ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഡിസൈൻ ഫങ്ഷൻ്റെയും ഡിസൈൻ മീൻസിൻ്റെയും ബേസിൽ വേണം എന്ത് ചെയ്യേണ്ടത്, തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ ഡിസൈൻ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് പാരാമീറ്റേഴ്സ് ഡിസൈൻ ഫംഗ്ഷൻ്റെയും ഡിസൈൻ മീൻസിൻ്റെയും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെയധികം കാട് കയറി ചിന്തിച്ച് നമുക്ക് കറക്റ്റ് സമയത്ത് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ഇനി നമുക്ക് നോക്കാം ഒരു ലാർജ് ഡിസൈൻ സ്പേസിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, എ ലാർജ് ഡിസൈൻ സ്പേസ് മീൻസ് ദർ ആർ മെനി ഡിസൈൻ ഓപ്ഷൻസ് അവൈലബിൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യാതൊരു മാനദണ്ഡങ്ങളും ക്രൈറ്റീരിയാസും ഫംഗ്ഷൻസും മീൻസും ഒന്നുമില്ലാതെ ഒരു കാര്യത്തിന് ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്താൽ എന്താണ് നമുക്ക് കുറേ സൊല്യൂഷൻസ് വരും. അതിൽ ഏതാണ് നല്ലതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഡിസൈൻഡ് ഒബ്ജക്ട്സ് that have large design spaces are aircraft, ship, industrial building, transmission tower, dam, crane and so on. They have numerous parts like windows, doors, switches, nut bolts. Along with these numerous parts there are many more design choices and design variables which makes the design space much larger. അപ്പോൾ നമുക്കറിയാം ലാർജ് ഡിസൈൻ സ്പേസസ് ഒക്കെയാണ് എന്ത് ഈ പറഞ്ഞ എയർക്രാഫ്റ്റ്, ഷിപ്പ്, വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യാൻ ഇരുന്നാൽ ഒരിക്കലും അത് തീരില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരൊറ്റ യൂണീക്കായിട്ട് ഒരൊറ്റ എയറോപ്ലെയിൻ മതിയായിരുന്നു, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മതിയായിരുന്നു നമ്മുടെ എല്ലാ പർപ്പസിനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പർപ്പസ് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമുക്കറിയാം യുദ്ധവിമാനങ്ങളുണ്ട്, പാസഞ്ചർ വെഹിക്കിൾസ് ഉണ്ട്, പാസഞ്ചർ എയർക്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാർഗോ എയർക്രാഫ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിസൈൻ സ്പേസ് കൺസ്ട്രക്ട് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ഓക്കെ, അത് തന്നെയാണ് ഈ ഷിപ്പിൻ്റെ കേസിലും, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ കേസിലാണെങ്കിലും, ട്രാൻസ്മിഷൻ ടവറിൻ്റെ കേസിലാണെങ്കിലും, ഡാമിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസും മീൻസും ഡിസൈൻ സ്പേസിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന എന്തൊരു ഫംഗ്ഷനാണെന്ന് മാത്രം പോരാ. മേ ബി ആ ഒരു എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് അല്ലേ, നമുക്കറിയാം പലതരം ഗ്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഗ്ലാസ് യൂസ് ചെയ്യണമെന്നൊക്കെ തന്നെ നമുക്കൊരു റെസ്ട്രിക്ഷൻ വെച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. കാരണം നമുക്കറിയാം ഒരു എഞ്ചിനിൽ തന്നെ നമ്മളുടെ ഒരു ICG തന്നെ ഏകദേശം 2000-ഓളം പാർട്സുകൾ വരുന്നുണ്ട് അല്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2000-ഓളം പാർട്സുകൾ ഏതെടുക്കണം എന്നുള്ളത് അതിന് ഇനി വേറെ ഡിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എത്രത്തോളം ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിക്കുക മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാർജ് ഡിസൈൻ സ്പേസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി an absolutely new design may have small design spaces due to restricted number of design variables and constraints connected to them. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് അതുപോലെ ബിൽഡിംഗ് ഡാംസ് ഒക്കെ തന്നെ പറഞ്ഞാൽ എന്താ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. എന്നാൽ ഒരു പുതിയ ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൻ്റെ പ്രീവിയസ് ആയിട്ട് നമുക്കൊരു ഡാറ്റാസും ഇല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനും അവൈലബിൾ ആയിരിക്കില്ല. എല്ലാം തന്നെ നമുക്കുള്ളത് പുതിയതായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. സോ ആ ഒരു കേസിൽ എസ്പെഷ്യലി ഒരു പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കേസിലൊക്കെ എന്താണ് നമുക്ക് സ്മോൾ ഡിസൈൻ സ്പേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേരിയബിൾസും കൺസ്ട്രെയിൻസും ഒക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ദ ഡിസൈൻ ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻസ് ഇൻ ലാർജ് സിസ്റ്റം യൂഷ്വലി ഹാപ്പൻസ് ഇൻ സ്മോൾ ഡിസൈൻ സ്പേസസ്. എക്സാമ്പിൾ ഡിസൈൻ ഓഫ് വിൻഡോസ് ഇൻ എയർക്രാഫ്റ്റ്, ഷിപ്പ് or building, design of arm of crane, design of members of transmission tower and so on. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വലിയ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ വലിയൊരു ഡിസൈൻ സ്പേസിൽ ഒരുപാട് നമുക്ക് ചെറിയ 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 പാർട്സ് ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു എഞ്ചിൻ്റെ കേസിൽ ഏകദേശം 2000-ഓളം പാർട്സ് ആണ് ഒരു എഞ്ചിനിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു സപ്പോസ് നമ്മളൊരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ പറഞ്ഞ ഈ 2000 പാർട്സും അവർ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കില്ല. കാരണം നമ്മൾ അതൊക്കെ തന്നെ എന്തായിരിക്കും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കും ചെയ്യുക. എന്നാലേ നമുക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ. അല്ലാതെ ഈ 2000 പാർട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കോമ്പണൻസ് ഓരോ കോമ്പണൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ ചെറിയ ഓരോ കോമ്പണൻസ് മാത്രം നിർമ്മിച്ചാൽ മതിയാവും. അപ്പം എയർപ്ലെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു എയർപ്ലെയിൻ്റെ ഗ്ലാസ് മാത്രം അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി അല്ലേ. അപ്പോൾ ആ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് ന്യൂ ഡിസൈൻ ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും ന്യൂ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സ്മോൾ ഡിസൈൻ സ്പേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ടു ക്രിയേറ്റ് എ ഗുഡ് ഡിസൈൻ യു നീഡ് ഡൈവർജൻറ്റ് ഐഡിയാസ് ആൻഡ് ലേറ്റർ കൺവെർജ് ഓൺ ദോസ് ഐഡിയാസ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, ആദ്യം ഡൈവർജൻറ്റ് ഐഡിയാസ് വേണം അല്ലേ. നമ്മൾ പല പോസിബിൾ സൊല്യൂഷൻസ് നോക്കണം ആൻഡ് അതിൽ നിന്നും നമ്മളൊരു ഒപ്റ്റിമം സൊല്യൂഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ എടുത്തിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് കൺവെർജൻറ്റ് ഐഡിയാസിലൂടെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിസൈൻ സ്പേസിൽ വരുന്നത്. ഇതത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലാർജ് സ്പേസ് ആകുമ്പോൾ എന്താണ് കൂടുതൽ ഓപ്ഷൻസ് വരും, കോംപ്ലക്സിറ്റി കൂടും. എന്നാൽ സ്മോൾ ആണെങ്കിൽ എന്താണ് ന്യൂ പ്രൊഡക്ട്സിനായിരിക്കും അതിൽ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഓൾ റൈറ്റ്, സോ നെക്സ്റ്റ് നമുക്ക് ഫൈനലി എടുക്കാനുള്ളത് ഡിസൈൻ അനലോജീസിനെ കുറിച്ചിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ ഒരു ഡിസൈൻ അനലോജീസിൽ വരുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ഡിസൈൻ അനലോജി എന്നുള്ളത് നമുക്ക് നോക്കാം. അനലോജി ഈസ് ദി പ്രോസസ് ഓഫ് ലിങ്കിങ് അപ്പാരൻ്റ്ലി ഡിസിമിലർ ഫീൽഡ്സ് ദാറ്റ് ഷെയർ സംതിങ് ഇൻ കോമൺ. അപ്പോൾ അനലോജി എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്യം അല്ലേ. അപ്പം രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡിൽ ഉള്ള കാര്യങ്ങളെ ലിങ്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ അനലോജിയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. It can be described as the method in which you can make use of existing example to generate ideas to solve a new problem. Creative people use analogical thinking to generate solutions. So ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല എക്സാമ്പിൾസും നമുക്ക് എന്താണ് ഒരു ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്കത് മുന്നിലേക്ക് പോകുമ്പോൾ എടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് മടങ്ങി വരാം. ദിസ് includes linking the current problem to some sections of solved problems. This provides likely solution from current solutions. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി സോൾവ് ചെയ്ത അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു എക്സാമ്പിളിനെ നമ്മളുടെ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രോബ്ലമായിട്ട് ലിങ്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ അനലോജിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ an example for designing using analogies is termed as biomimics or biomimetics or biomimicry. അതായത് നമ്മൾ അനലോജീസ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോമിമിക്സ് അല്ലെങ്കിൽ ബയോമിമെറ്റിക്സ് അല്ലെങ്കിൽ
എന്താണ് ബയോമിമിക്രി. ഇവിടെ എന്ത് അനലോജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രകൃതി എന്നുള്ള നേച്ചർ എന്നുള്ള അനലോജീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ഈ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ റൈറ്റ് ബ്രദേഴ്സ് ഹു ട്രയംഫ്ഡ് ഇൻ ഹോവറിംഗ് ദി ഫസ്റ്റ് denser than air aircraft in 1903 gained motivation from watching doves flying in the sky. അപ്പോൾ ആകാശത്തിലൂടെ പറക്കുന്ന ഡോവ്സിൻ്റെ ഫ്ലൈ വാച്ച് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായത്, എയർക്രാഫ്റ്റ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്താലോ എന്നുള്ളത്. സോ അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് ബാക്കി ഹിസ്റ്ററിയാണ് അല്ലേ. ദ ടേം ബയോമിമിക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ ബയോഫിസിസിസ്റ്റ് ഓട്ടോ ഷ്മിറ്റ് ഡ്യൂറിങ് 1950s. അപ്പോൾ 1950 അമേരിക്കൻ ബയോഫിസിസ്റ്റ് ആണ് പിന്നീട് ബയോമിമെറ്റിക്സ് എന്നുള്ളൊരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് കേസ് സ്റ്റഡീസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് നമുക്ക് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, ഷിങ്കാൻസൻ ബുള്ളറ്റ് ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഷിങ്കാൻസനിലുള്ള ഒരു ബുള്ളറ്റ് ട്രെയിനിനെ എങ്ങനെ അവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കേസ് സ്റ്റഡിയിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് ഹൈ സ്പീഡ് ട്രെയിൻസ് ആസ് ദേ പാസസ് ത്രൂ ദി ടണൽസ് എയർ പ്രഷർ ബിൽഡ്സ് അപ്പ് ഇൻ ദി ഫോം ഓഫ് വേവ്സ്. അപ്പം ഈ ഒരു ഹൈ സ്പീഡ് ട്രെയിൻസ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്യൂ ഉള്ളൊരു കാര്യമല്ല, എന്നാലും വളരെ ഹൈ സ്പീഡിലുള്ള ട്രെയിൻസ് നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ട്രെയിനുകളൊക്കെ തന്നെ ടണൽസിലൂടെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എയർ പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ കാരണമാകും. ഓക്കെ, when the nose of the train emerges out from the tunnel, this air pressure produces a thunderclap which will be heard for half a kilometer nearly if not designed properly. അപ്പോൾ ഈ ഒരു വളരെ ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിന് ആ ഒരു ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ തണ്ടർ ക്ലാപ്പ് ആയിട്ടുള്ള ഒരു നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഏകദേശം 1/2 കിലോമീറ്ററോളം കേൾക്കാനും സാധിക്കും. അത്രത്തോളം ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കുന്നത്. എജി നക്കാറ്റ്സു, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല, എന്നാൽ ആ ഒരു സയൻറ്റിസ്റ്റ് എ ബേർഡ് വാച്ചിങ് ജപ്പാനീസ് ഡിസൈൻ എഞ്ചിനീയർ ഇൻ 1990s being inspired from the Kingfisher redesigned the nose of the high speed train. അപ്പം നമ്മുടെ ഇജി നക്കാറ്റ്സു എന്ന് പറഞ്ഞ ഒരു ബേർഡ് വാച്ചിങ് ജപ്പാനീസ് ഡിസൈൻ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു, പോരെ തന്നെ ഒരു ഡിസൈൻ എഞ്ചിനീയറും കൂടെ ആയിരുന്നു. എനിവേ അങ്ങനെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കിങ്ഫിഷർ അല്ലേ, ആ ഒരു കിങ്ഫിഷറിൻ്റെ കൊക്കിൻ്റെ ഡിസൈൻ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ആ ഒരു കൊക്കിൻ്റെ ഡിസൈൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളെ ട്രെയിനിൻ്റെ നോസ് ആ ഒരു ഡിസൈനിൽ കൺസ്ട്രക്ട് ചെയ്തു. സോ ദാറ്റ് എന്ത് സംഭവിച്ചു, ഹി നോട്ടീസ്ഡ് ദാറ്റ് വെൻ എ കിങ്ഫിഷർ ഡാഷസ് ഇൻ ടു ദി വാട്ടർ ടു ക്യാച്ച് ഫിഷ് ഇറ്റ് ഹാർഡ്ലി പ്രൊഡ്യൂസസ് റിപ്പിൾ ഇൻ ഇറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, നമ്മളുടെ ഈ ഒരു കിങ്ഫിഷറൊക്കെ മീനിനെ പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, അത് വളരെ ഹൈറ്റിൽ നിന്ന് കുതിച്ചു വന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് മീനെടുത്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, വളരെയധികം വേവ്സ്, അതായത് ഒരു കല്ലിട്ട് തന്നെ നമുക്ക് വളരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് വേവ്സ് ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു കിങ്ഫിഷർ പ്രോപ്പറായിട്ട് വരുന്നതിലൂടെ എന്താണ്, വളരെ കുറച്ച് വേവ്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ അല്ലേ. അതായത് ഈ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ഡിസ്റ്റർബൻസ് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായിരുന്നു, ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആയിരുന്നു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത് അല്ലേ. സൗണ്ട് എല്ലാം തന്നെ എന്താണ്, ഒരു വേവിൻ്റെ ഫോമിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിസ്റ്റർബൻസ് കുറവായിരുന്നു ഈ ഒരു കിങ്ഫിഷർ വെള്ളത്തിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് പോസിബിൾ ആയത് മറ്റൊന്നും കൊണ്ടല്ല, ആ കിങ്ഫിഷറിൻ്റെ കൊക്കിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഓൺലി റിസോൾവ് ദി സൗണ്ട് ചലഞ്ച് ബട്ട് ഓൾസോ ലെസൻഡ് ദി പവർ യൂസ് ആൻഡ് ഫെസിലേറ്റ് ഫാസ്റ്റർ സ്പീഡ്സ്. അങ്ങനെ ഈ ഒരു കണ്ടെത്തലോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്കറിയാം ഡ്രാഗ് കുറയ്ക്കാൻ സാധിച്ചു അല്ലേ. പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഡിസൈൻ ഡെവലപ്പ് ആയതോടുകൂടി വിൻഡിൻ്റെ അല്ലെങ്കിൽ എയറിൻ്റെ ഡ്രാഗ് കുറയ്ക്കാനും അതോടുകൂടി എന്താണ്, പവർ കൺസംഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഓക്കെ, മാത്രമല്ല എന്താണ്, സ്പീഡും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. സോ ഈ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണ്, ഈ ഒരു കിങ്ഫിഷറിൻ്റെ കൊക്കും നമ്മളുടെ ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ആ ഒരു നോസും മോറോർലെസ് സിമിലർ ആയിട്ട് ഡിസൈൻ ചെയ്തു. ഓക്കെ, സോ ദാറ്റ് എന്താണ്, ഈ ഒരു ഹൈ സ്പീഡ് ട്രെയിനിന് ഈസി ആയിട്ട് തന്നെ ക്രൂസ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല കുറഞ്ഞ പവർ തന്നെ ഉയർന്ന വേഗത കൈവരിക്കാനും സാധിക്കും ഈ ഒരു ഡിസൈൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. ഇത് മാത്രമല്ല, നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. ലോട്ടസ് ആൻഡ് ഓയിൽ റിപ്പല്ലൻസ്. അപ്പോൾ നമുക്കറിയാം ഈ താമരേൻ്റെ ഒക്കെ എന്താ പറയുക, ഇലയിൻ്റെ മുകളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ എന്താണ്, ഇങ്ങനെ ഒരിക്കലും അതിൽ ഒട്ടിപ്പിടിച്ച് സ്റ്റിക്ക് ചെയ്യില്ല, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കാണിക്കും അല്ലേ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ബ്യൂട്ടിഫുൾ
lotus flower has some impressive tricks up its sleeve. Known as super hydrophobicity, the lotus effect is an interesting natural phenomenon. അപ്പോൾ ഈ ഒരു ഹൈഡ്രോഫോബിസിറ്റി, എന്താണ് ഹൈഡ്രോഫോബിസിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ പേടി അല്ലെ. ഈ ഒരു ലോട്ടസിന്റെ ലീഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരിക്കലും വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ വെറ്റായിട്ട് വെക്കുന്നോ ഒന്നുമില്ല. ഇതെല്ലായ്പ്പോഴും അതിനെ ഒരു ഹൈഡ്രോഫോബിക് നേച്ചറിൽ വാട്ടറുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യാറ് അല്ലേ. ഇതൊക്കെ തന്നെ എന്താണ്, ഒരു നാച്ചുറൽ ഫിനോമിനാണ്, നമ്മളൊന്നും ചെയ്യാതെ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി ഇതിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ടർ ഈസ് നോട്ട് ഏബിൾ ടു വെറ്റ് ദി സർഫസ് ഓഫ് ദി ഫ്ലവർ ബിക്കോസ് ഓഫ് ദി നാനോ സ്ട്രക്ചേഴ്സ് ഓഫ് ദി പ്ലാന്റ് മൈക്രോ പ്രൊട്രൂഷൻസ് കോട്ടഡ് ഇൻ വാക്സി ഹൈഡ്രോഫോബിക് മെറ്റീരിയൽ റിപ്പൽഡ് ദി വാട്ടർ. അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോട്ടസിൻ്റെ ലീഫിൽ മൈക്രോ പ്രൊട്രൂഷൻസ്, അതായത് വളരെ നമ്മുടെ ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും എന്താണ് മൈക്രോ പ്രൊട്രൂഷൻസ് ഉണ്ടാകും അല്ലേ. ആൻഡ് ഈ ഒരു മൈക്രോ പ്രൊട്രൂഷനിൽ വാക്സി ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു വാക്സി ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസ് ഉണ്ടാകും. ഈ ഒരു വാക്സി ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വാട്ടറിനെ റിപ്പൽ ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് ഹാവ് കോപ്പിഡ് ദിസ് പ്രോസസ് ടു ക്രിയേറ്റ് വാട്ടർ റിപ്പല്ലിംഗ്, ഫാസ്റ്റ് റിപ്പല്ലിംഗ് ആൻഡ് ഓയിൽ റിപ്പല്ലന്റ് സീലന്റ് that can be sprayed on the host of tools, vehicles and products to induce their own super hydrophobicity. നമുക്കറിയാം ഈ പല മെറ്റൽസിൻ്റെ മേലെയും അതുപോലെ തന്നെ ടൂൾസിൻ്റെ ഒക്കെ മേലെയും നമുക്ക് എന്താണ് വാട്ടർ വന്ന് അക്യുമുലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് കൊണ്ട് എന്താണ് സംഭവിക്കുക, അത് ഡാമേജ് ആവാൻ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കാനൊക്കെ കാരണമാകും അല്ലേ. അപ്പം ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ. മാത്രവുമല്ല നമ്മളുടെ പെയിൻറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പെയിൻറ്റുകളുടെ ഒക്കെ പർപ്പസ് എന്താണ്, മെയിനായിട്ട് എക്സ്റ്റീരിയറിൽ കൊടുക്കുന്ന പെയിൻറ്റുകൾക്കൊക്കെ തന്നെ മഴ പെയ്യുന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ആ വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ തന്നെ എന്താണ് ഈ ഒരു ലോട്ടസ് എന്നുള്ള അനലോജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെയും നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് ഇന്നത്തെ ഫോണുകളൊക്കെ തന്നെ വെള്ളത്തിൽ വീണാൽ ഡാമേജ് ആവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മൈക്രോ മദർ ബോർഡിലേക്ക് വെള്ളം കയറിയിട്ട് അത് ഷോർട്ടായി പോയിട്ടൊക്കെയാണ് പ്രധാനമായ ഡാമേജസ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഹൈഡ്രോഫോബിക് കോട്ടിങ്ങോട് കൂടി ഒരു സ്മാർട്ട് ഫോണിൻ്റെ മദർ ബോർഡ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ തന്നെ ഡിസൈൻ ചെയ്യാൻ പോസിബിലിറ്റി ഇല്ലെന്ന് ചിന്തിച്ച് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം വെൽക്രോ. വെൽക്രോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്ത്, ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. എന്താണിത്, നമ്മുടെ ഒരു ചെരുപ്പിൻ്റെ ഒക്കെ സ്ട്രാപ്പ് ബാഗിൽ ഒക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വെൽക്രോ. സോ ഇതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, in 1941 when an engineer from Switzerland, George D. Mestral, returned from a hunting trip in Alps mountain, his dog's fur was coated in the burrs of burdock tree. അപ്പം 1941 ഒരു സ്വിസ് എഞ്ചിനീയറായ ജോർജ് ഡി മെസ്ട്രാൽ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നായയുടെ കാലിലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സോക്സിലും ഒക്കെ ആയിട്ട് കുറച്ച് ബർസ് വന്ന് അടിഞ്ഞുകൂടി. ഓക്കെ, ബൈ ഒബ്സർവിങ് ത്രൂ എ മൈക്രോസ്കോപ്പ് Mestral found that the ends of the burrs had a plain edge of hooks as shown in figure. ഓക്കെ, നമ്മൾ കഴിഞ്ഞൊരു ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വീണ്ടും എടുക്കുന്നില്ല. അവിടെ എന്താ കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ ആ ബർസിൻ്റെ മുകളിലൊരു ഹുക്ക് ഷേപ്പിലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ദാറ്റ് ലൈറ്റ്ലി ഗോട്ട് അറ്റാച്ച്ഡ് ടു ഹിസ് സോക്സ് ആൻഡ് ഡോഗ്സ് ഫർ. അപ്പോൾ ആ ഒരു ഹുക്ക് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ് എന്ത് സംഭവിച്ചത്, ഈ പറഞ്ഞ മെസ്ട്രാലിൻ്റെ സോക്സിലും അതുപോലെ തന്നെ ഡോഗിൻ്റെ ഫറിലും ഒക്കെ പറ്റി പിടിച്ചത്. ദിസ് ഇൻസിഡൻറ്റ് ലെഡ് ടു ദി ഇൻവെൻഷൻ ഓഫ് വെൽക്രോ ആഫ്റ്റർ കണ്ടിന്യൂസ് റിസർച്ച്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ ഒരു കാര്യം മനസ്സിലായതിനു ശേഷം ഒരുപാട് റിസർച്ചൊക്കെ നടത്തി, ഏകദേശം 10 വർഷത്തോളം റിസർച്ച് നടത്തിയിട്ട് എന്ത് കണ്ടുപിടിച്ചു, വെൽക്രോ കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് ഇദ്ദേഹം ഏകദേശം 10 വർഷത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കണ്ടുപിടിച്ചതിന് ശേഷം അതിനൊരു പാറ്റൻറ്റും നേടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ബയോമിമിക്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് എ ഷാർക്ക് സ്കിൻ കോട്ട്. അപ്പം നമുക്കറിയാം ഈ ഷാർക്കിൻ്റെ സ്കിന്നിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണ് വളരെയധികം ഡ്രാഗ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഈസി ആയിട്ട് തന്നെ വാട്ടറിലൂടെ സ്വിം ചെയ്യാൻ സാധിക്കും.
സോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്വിമ്മിങ് വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ സ്വിം സ്യൂട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് എന്താണ്, സ്വിമ്മേഴ്സിനൊക്കെ തന്നെ ഈസി ആയിട്ട് തന്നെ നീന്താൻ സാധിക്കും. പിന്നെ മറ്റൊന്നാണ് ബേർഡ്സ് ആൻഡ് ഫ്ലൈറ്റ്. നമുക്കറിയാം ബേർഡ്സ് ഒക്കെ തന്നെ പോകുന്നത് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ എന്താണ് ഒരു വി ഷേപ്പിഡ് ആയിരിക്കും പോകുന്നത് അല്ലേ. ഇത് എന്തുകൊണ്ടാണ് നമുക്കറിയാം, എയറിൻ്റെ ഡ്രാഗ് പരമാവധി കുറയ്ക്കാനാണ്. സോ ആ ഒരു ഫിലോസഫി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എയർക്രാഫ്റ്റും ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു വി ഷേപ്പ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. മറ്റൊന്നാണ് ജിക്കോസ് ആൻഡ് സൂപ്പർ ക്ലൈംബിംഗ്. ഈ നമ്മുടെ ലിസാർഡ്സ് ഒക്കെ തന്നെ എന്താണ്, ഏത് ഫ്ലാറ്റ് സർഫസ് ആണെങ്കിലും വളരെ സ്മൂത്ത് സർഫസ് ആയ ഗ്ലാസ് സർഫസിൻ്റെ ഒക്കെ മേലെ ഈസി ആയിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കയറി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതോടുകൂടി നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനിലൊക്കെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മറ്റൊന്നാണ് എന്ത്, ബട്ടർഫ്ലൈസ് ആൻഡ് സോളാർ പവർ. അപ്പം ബട്ടർഫ്ലൈസിൻ്റെ വിങ്സ് നമുക്കറിയാം വളരെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്കിതൊരു എന്താണ് ഈ ബട്ടർഫ്ലൈസിൻ്റെ വിങ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മാക്സിമം സണ്ണുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ബട്ടർഫ്ലൈസിൻ്റെ വിങ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്തിന് യൂസ് ചെയ്യാം, ഈ സോളാർ പവറിന് വേണ്ടിയിട്ട് സോളാർ പാനൽസിൽ യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ ദാറ്റ് എന്താണ്, നമുക്ക് പരമാവധി ഫോർ എ ഗിവൺ സർഫസ് ഏരിയയിൽ പരമാവധി സോളാർ റേഡിയേഷനെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് എന്തുണ്ട്, ബയോമിമിക്സ് ഉണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് പ്രധാനമായും എടുക്കാൻ ഉദ്ദേശിച്ചത്. സോ ക്ലാസ്സുകൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.